അങ്ങനെ കല്ലേത്തി നീലി ജീൻസും ടോപ്പും ജാക്കറ്റും ഒക്കെ ഇട്ട് വന്നപ്പോൾ ജെൻസി പ്രേക്ഷകർ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ജെൻസി പ്രേക്ഷകർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ നീലി ചന്ദ്രയായി വന്നപ്പോൾ അവരെ നെഞ്ചിലേറ്റി സ്വീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഈ സിനിമ ആഗോളതലത്തിൽ തന്നെ വമ്പൻ വിജയം കൈവരിച്ച് മുന്നേറുന്നത്. അപ്പോൾ കല്ലേത്തി നീലിയുടെ പുതിയ അവതാരത്തെ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുന്നതിന് എന്തായിരിക്കും കാരണം? നമ്മുടെ ഐതിഹ്യമാലയിലൂടെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള കല്ലേത്തി നീലി തന്നെയാണോ ലോക ചാപ്റ്റർ 1 എന്ന സിനിമയിലെ ചന്ദ്ര? മലയാള സാഹിത്യത്തിലൂടെയും നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മൾ കല്ലേത്തി നീലിയെ കണ്ടപ്പോൾ അവർക്ക് ഒരു യക്ഷിയുടെ പരിവേഷമായിരുന്നു. എന്നാൽ ലോക ചാപ്റ്റർ 1 എന്ന സിനിമയിലൂടെ കല്ലേത്തി നീലിയെ പുനരവതരിപ്പിച്ചപ്പോൾ അതിലെ ചന്ദ്ര എന്ന കഥാപാത്രത്തിന് ഒരു സൂപ്പർ ഹീറോയിൻ പരിവേഷമാണ് ഉണ്ടായത്. ഇതിന് പ്രധാന കാരണം കല്ലേത്തി നീലിയുടെ ബാക്ക് സ്റ്റോറി ഡൊമിനിക് അരുൺ ഈ സിനിമയിലൂടെ കാണിച്ചു എന്നുള്ളതാണ്. അതായത് കല്ലേത്തി നീലിയുടെ ബാല്യകാലം അല്ലെങ്കിൽ കുഞ്ഞു നീലിയുടെ കഥ വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ ഈ സിനിമയിൽ കാണിച്ചു എന്നുള്ളതാണ് കല്ലേത്തി നീലിയെ ചന്ദ്രയായി സ്വീകരിക്കാൻ ഒരു പ്രധാന കാരണം. കുഞ്ഞു നീലിക്ക് എങ്ങനെ അമാനുഷിക ശക്തി ലഭിച്ചു എന്നുള്ളത് ഈ സിനിമയിൽ കാണിച്ചു. അതുപോലെ തന്നെ ആ ഒരു പവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മരണശയ്യയിൽ കിടന്നുകൊണ്ട് അവരുടെ അമ്മ അവരെ ഉപദേശിക്കുകയും ചെയ്യുന്നത് കാണിച്ചു. അപ്പൊ അങ്ങനെ കല്ലേത്തി നീലിക്ക് ഒരു സൂപ്പർ ഹീറോയിൻ പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ ഡൊമിനിക് അരുണിന് ഈ സിനിമയിലൂടെ സാധിച്ചു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ പാട്ടുകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള ചതിയൻ ചന്തുവിനെ ഒരു ഹീറോ ആയ ചന്തു ആക്കി മാറ്റാൻ ND വാസുദേവൻ നായർക്ക് സാധിച്ചതുപോലെ ഡൊമിനിക് അരുൺ കല്ലേത്തി നീലിക്ക് ഒരു സൂപ്പർ ഹീറോയിൻ പരിവേഷം നൽകുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്ത് തന്നെയായാലും കല്ലേത്തി നീലിയായിട്ട് കല്യാണി പ്രിയദർശനും കുഞ്ഞു നീലിയായിട്ട് ദുർഗ എന്ന ബാലനടിയും വളരെ ഗംഭീരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിന്റെ അടുത്ത ഭാഗങ്ങളിൽ കല്ലേത്തി നീലിയുടെ മറ്റുള്ള മാസ്മരിക പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം.